വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇതിനകത്തില്ലാത്തതെന്ന്. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആറ്റുകാലിൽ വന്ന പാക്കിംഗ് ആണ്. ഇന്ന് രാത്രി പാക്കിംഗ് എന്ന് പറയുന്ന ആറ്റുകാലിൽ നമ്മൾ പൊങ്കാലയ്ക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോവും. ഇന്ന് രാത്രി പോയി വെളുപ്പിൽ ഞങ്ങൾ ആറ്റുകാലെത്തി. അവിടെ പൊങ്കാലയ്ക്കുള്ള അടുപ്പൊക്കെ പിടിച്ചിട്ടിട്ട് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ കയറി തൊഴുത് നാളെ രാവിലെ നമ്മൾ മണ്ടക്കാട് അമ്പലത്തിൽ പോകും. മണ്ടക്കാട്, തമിഴ്നാട് മണ്ടക്കാട് പോയി അവിടെ പൊങ്കാല ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരിച്ച് ആറ്റുകാലെത്തിയിട്ട് ചൊവ്വാഴ്ച ഇടുന്ന പൊങ്കാല. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. അപ്പോഴത്തേനും നമ്മൾ ആദ്യമായിട്ട് ഇതേപോലെ വലിയൊരു ബിഗ് ഷോപ്പർ എടുക്കണം. ബിഗ് ഷോപ്പർ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളതാണ്. നമുക്ക് പൊങ്കാല തിരിച്ച് ഇതിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ കഴിഞ്ഞ വർഷം എടുത്തു കൊണ്ടുപോയിട്ട് പ്രാവശ്യം ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പൊങ്കാല ഇടാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വെക്കുന്നത്. കാണാമോ? ഫസ്റ്റിൽ നമ്മൾ ഒരു 1/2 കിലോ അരി ഞാൻ ചുമന്ന അരിയാണ് വാങ്ങിച്ചത്. ചുമന്ന അരി വാങ്ങിക്കാം, വെള്ള അരി വാങ്ങിക്കാം. അപ്പം ഞാൻ ചുമന്ന അരിയാണ് വാങ്ങിച്ചത്. ഇത് 1/2 കിലോയാണ്. അപ്പം 1/2 കിലോ അരിയുടെ കൂടെ തന്നെ 1/2 കിലോ ശർക്കര. കാണാമോ? 1/2 കിലോ ശർക്കര. ഇത് ശർക്കര ഉണ്ടയായിട്ട് നമ്മൾ വാങ്ങിച്ചാണ്. ഞാനത് പൊടിയാക്കി കവറിനകത്ത് ഇട്ട് റബ്ബർ ഇട്ട് വെച്ചേക്കുവാണ്. 1/2 കിലോ ശർക്കരയും 1/2 കിലോ അരിയുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ കവറിനകത്തോട്ടിടാം. അതേപോലെ അമ്മയ്ക്കും അതേപോലെ 1/2 കിലോ അരിയും 1/2 കിലോ ശർക്കരയും അമ്മയ്ക്കും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കാണാമോ? തേങ്ങ പൊങ്കാലയ്ക്കായിട്ട് ഒരു തേങ്ങ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇടാം. പിന്നെ ഏലക്കയും ഇന്നലെ ഞാൻ വാങ്ങിച്ചതാണ്. അത് ഞാൻ നല്ലപോലെ പൊടിച്ച് ഒരു കവറിലാക്കി റബ്ബറിട്ട് വെച്ചേക്കുവാണ്. ഏലക്ക അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. അപ്പോൾ ഇത് ചിലർ എന്തുവാ ഈ പൊങ്കാലയ്ക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ടൂടെന്ന് പറയും. പക്ഷേങ്കിൽ ചിലർ ഈ ഞങ്ങളൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇടും കേട്ടോ. അപ്പോഴത്തേനും ഇതിന് കുറച്ച് നമുക്ക് ഗണപതി പടുക്കയ്ക്കും കൂടെ വെക്കാനാണ്. അത് വേറെ വെക്കാം. നമുക്ക് പൊങ്കാലയ്ക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിനകത്ത് വെക്കാം. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നെയ്യാണ്. ചിലർ നെയ്യും ഉപയോഗിക്കത്തില്ല. പക്ഷേ എനിക്കും അമ്മയ്ക്കും കൂടെ ഞാനൊരു ഇത് എത്രയാണ് 50 ml ആണെന്ന് തോന്നുന്നു നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. അപ്പം പൊങ്കാലയ്ക്ക് ഇടുന്ന സാധനങ്ങൾ ഇത്രയാണ്: അരി, ശർക്കര, അതേപോലെ തേങ്ങ, പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക, ഇത്രയും. പിന്നെ നമ്മൾ ഇന്ന് രാത്രി പോകുന്നതുകൊണ്ട് പഴം ഇപ്പോഴേ നമ്മൾ വാങ്ങിക്കുന്നില്ല. നമ്മൾ മറ്റന്നാൾ അവിടെ ചെന്ന് മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ നാളെ രാത്രി നമ്മൾ പഴം വാങ്ങിച്ച് വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റിലെടുത്ത് ബിഗ് ഷോപ്പറിനകത്തോട്ട് വെക്കാം. പിന്നെന്ന് പറയുന്നത് പൊങ്കാലക്കലമാണ്. ഞാൻ കാണാമോ? ഞാൻ ഇത് പൊങ്കാല ഇടാനായിട്ട് വാങ്ങിച്ച ഒരു കലമാണിത്. ഞാൻ ഈ ഓടിൻ്റെ ഈ കലത്തിലാണ് ഞാൻ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത്. പക്ഷെ മൺകലത്തിൽ ഇടണമെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും മൺകലത്തിൽ ഇടുന്നവരാണ് കൂടുതലും. എന്നാലും ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ മാത്രം വേണ്ടി വാങ്ങിച്ചു വെച്ച ഒരു ഓടിൻ്റെ ഒരു കലമാണിത്. ഞാൻ ഇതിനകത്താണ് പൊങ്കാല ഇടുന്നത്. ആ കലവും നമുക്ക് എടുത്തു വയ്ക്കാം. നിറച്ച് സ്പേസ് ഉണ്ട്. അതേപോലെ ആ കലം അടച്ചു വെക്കാനായിട്ട് ഒരു ചെറിയൊരു അടപ്പ്, അതേപോലെ കാണാമോ പൊങ്കാല ഇളക്കാനായിട്ട് പുതിയൊരു ചിരട്ട കൊണ്ടുള്ള ഒരു തവി. ഇതൊക്കെ ഇപ്പോൾ
ഇപ്പം കാണാനില്ല, എല്ലാവരും സ്റ്റീൽ തവിയൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ ചിരട്ട കൊണ്ടൊരു തവി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് നമുക്കവിടെ അരി കഴുകാനൊക്കെ വെള്ളം പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബക്കറ്റും. പിന്നെ അരി കഴുകാനായിട്ട് ഞാനൊരു ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഒരു പാത്രം, അരി കഴുകാനായിട്ടുള്ള ഒരു പാത്രമാണിത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പൊങ്കാലയ്ക്ക് വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു. അന്ന് കഴിഞ്ഞ വർഷം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ കഴുകി ഉണക്കി വെച്ചിരുന്നത്. ഇപ്രാവശ്യം വീണ്ടും എടുത്ത് കഴുകി വെയിലത്ത് ഉണക്കി വെച്ചേക്കും. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ബിഗ് ഷോപ്പറിനകത്തോട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ഇനി ഗണപതി പടുക്കാം, വിളക്ക് കത്തിക്കുന്നതിനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം. അപ്പോൾ വിളക്ക് കത്തിക്കാൻ ഫസ്റ്റ് ഇല വേണം. ഇല അമ്മ കൊണ്ടുവരും, വാഴയില വേണം. പിന്നെ ഒരു ഗണപതി പടുക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും, മലരും അവിലും പിന്നെ കർപ്പൂരവും തിരി ഇതിനകത്തുണ്ടായിരുന്നു, തിരിയും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇത് കാണാമോ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതിടാനായിട്ട് വേറൊരു കവർ, നല്ലൊരു കവർ എടുക്കണം കേട്ടോ. വേറൊരു കവറിനകത്ത് ഇട്ടു. പിന്നെ ആ ഗണപതി പടുക്കയിൽ വെക്കാനായിട്ട് കുറച്ച് മുന്തിരിങ്ങ, പിന്നെ വിളക്ക് കത്തിക്കാനായിട്ട് ഉള്ള എണ്ണ, തിരി, പിന്നെ വിളക്കുത്തിരി ഇത്രയൊന്നും ആവശ്യമില്ല, നമ്മളിത് എടുത്ത് വെക്കുക വിളക്കുത്തിരി. പിന്നെ ഞാനുണ്ടോ ഇത് കർപ്പൂരമാണ്, ഞാൻ ടിന്നിലുള്ള കർപ്പൂരമാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതാകുമ്പോഴത്തേനും നമുക്ക് ഇത് അടപ്പ് തുറന്ന് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. മറ്റേത് കവർ പൊട്ടിച്ച് നമ്മൾ ഉപയോഗിക്കണം. ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് ഉണ്ട്, കാണാമോ ഞാൻ. അപ്പം ഇതാണ് കർപ്പൂരം. പിന്നെ ഞാൻ വിളക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ. ഞാൻ ഇതേപോലെ ചിരാതിനകത്താണ് ഞാൻ കത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്, കാണാമോ നല്ലപോലെ. അപ്പം ഇതിനകത്താണ് ഞാൻ വിളക്ക് കത്തിക്കാറുള്ളത്. ഇതും വൃത്തിയാക്കി കഴുകി ഉണക്കി വെച്ചേക്കുവാണ്. അത് പിന്നെന്ന് പറയുന്നത് ഒരു തേങ്ങ, ഒരു ചെറിയ തേങ്ങയല്ല, ഒരു കരിക്കാണ്. ഇത് നമ്മൾ ഗണപതി പടുക്ക വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇത് കരിക്കാൻ വയ്ക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഈ പഞ്ചസാര ഇത്തിരി ഗണപതി പടുക്കയിൽ ഇടാനും, പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പൊങ്കാലയ്ക്കകത്ത് തന്നെ നമ്മൾ പഞ്ചസാരയും അങ്ങിടത്തേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നത്. അത് നമുക്കൊരു സൈഡിലോട്ട് വയ്ക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കവർ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊങ്കാല ഇട്ടതിന് ശേഷം പൊങ്കാല ഇറക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കവർ. പിന്നെന്ന് പറയുന്നത് വെള്ളം ഞാനൊരു 3 കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്. 3 കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം മറ്റേ ക്ലോറിൻ ഇട്ട വെള്ളം. അപ്പം അത് ഉപയോഗിച്ച് പൊങ്കാല ഇടാതെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയാണ് എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത്. കഴുകാനൊക്കെ അവിടെ നിന്ന് എടുക്കും, പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കാണാമോ, കുടിക്കാൻ വേണ്ടിയിട്ടും 3 കുപ്പി വെള്ളവും കൂടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളെല്ലാം ഈ ബിഗ് ഷോപ്പറിനകത്ത് ഇരിക്കും കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇനി ഇത് കെട്ടി വയ്ക്കും. പിന്നെ ബാഗ്, ഇതിനകത്ത് നമ്മൾ ഡ്രസ്സുകളെല്ലാം എടുത്ത് വെക്കണം. ഡ്രസ്സുകളെല്ലാം നമ്മൾ തേച്ച് ഇന്നിടാനും പൊങ്കാലയ്ക്കിടാനും നാളെ ഇടാനും ഒക്കെ ഉള്ള ഡ്രസ്സുകളെല്ലാം നമ്മൾ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ജാനിക്ക് കുടിക്കാൻ തിളച്ച വെള്ളം ഫ്ലാസ്കിലും എടുക്കുന്നുണ്ട്. പിന്നെ ജാനിക്ക് ഉള്ള പനിയാനുങ്ങാണം വന്നാൽ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇനിയുള്ള ആറ്റുകാൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.